കുടുംബത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് ഓണാശംസകളല്ലേ? എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. നിങ്ങളെ ചാനൽ സബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പേർ 2 പേർക്ക് ഫ്രീ ആയി തായ്ലൻഡിലേക്ക് പോകാം അവരുടെ ചിലവിൽ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഹലോ ഗായ്സ്, ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണം ഇപ്രാവശ്യം മൈജിയോടൊപ്പം നിങ്ങൾക്കുമാവാം കോടീശ്വരൻ. ഞങ്ങളെ ചാനൽ സബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പേർ 2 പേർക്ക് ഫ്രീ ആയി തായ്ലൻഡിലേക്ക് പോകാം അവരുടെ ചിലവിൽ. ഞങ്ങൾ രണ്ടാളും ഡ്രസ് കോഡാണ് അല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നില്ല കുഞ്ഞാ. ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് ഓണാശംസകളല്ലേ? എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം അല്ലേ? എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പരസ്യത്തിലുണ്ടാകും. അപ്പൊ ഗൈസ്, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ പറയണില്ലേ? ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഹാപ്പി ഓണം എല്ലാവരോടും. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോണത് നല്ലൊരു ഓണസദ്യ കഴിക്കാൻ പോവാ. ഞങ്ങള് പൂജി ഹന്നി നല്ല കഷ്ടപ്പെട്ട് അരിഞ്ഞുണ്ടാക്കിയതാണ്. ഒരുപാട് ഓണത്തിന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ എവിടേക്കും പോവാതെ ഞങ്ങൾ പൂജന്റെ അടുത്ത് ഓണത്തിന് പോകുന്നില്ലേ? ഞങ്ങളുടെ റോഡ് അറിയില്ല. വലത്തേക്ക് റോഡ് അറിയില്ല. 150 വലത്തേക്കട് നമ്മള് കാറ്റാടി എത്തി. നമ്മൾ ഇന്നലെ അളിയന്റെ കല്യാണൊക്കെ കഴിഞ്ഞു വന്ന് നല്ല രസീനില്ലേ? കല്യാണം അടിപൊളി കഴിഞ്ഞു. എന്ത് പറയാത്ത നിങ്ങളൊന്നും? പറയാൻ പറ്റൂല, ഡ്രൈവിംഗിലാണ്. തള്ള കൊണ്ട് പറഞ്ഞ മതിയില്ലേ? നിങ്ങൾ നമ്മള് കാറ്റാടി പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂജന്റെ വീട്ടില് ഓണത്തിന് എന്തൊക്കെയല്ലത് എന്നൊക്കെ നമ്മൾ കാണിച്ചു തരുട്ടോ. പൂജ രാവിലെ പൂക്കളൊക്കെ ഇട്ട് കണ്ട അതിന്റെ ഫോട്ടോ ഒക്കെ വിട്ടന്നീന്. സദ്യ തിന്നണം. അവിടെ കുറെ ആൾക്കാരുണ്ട്, കുറെ ഹദീസ് ഉണ്ട് അല്ലേ? അറിയാലേ? അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ഫ്രണ്ടിന്റെ അവിടെ 3 മണിക്ക് അവിടെ എത്തണം. തിരിച്ച് ഓണത്തിന് വിളിച്ചിട്ടൊന്നുമില്ല. ആരാ വിളിച്ച? ഫ്രണ്ടിന്റെ ഓണമുണ്ട്, അതിനെ കൂടി ചെല്ലാൻ പറഞ്ഞേ. ഇനി ഇവിടുന്ന് അടുത്തൊക്കെ റോഡ് ഉണ്ട്, ഇതൊക്കെ എനിക്കറിയാം. കള്ളം പറയണേ. എന്തേ അറിയാന്നോ? ഞാൻ പൂജ വീട്ടിൽ എത്തിച്ചേരണോ? ഇതിലെ എനിക്കറിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പോകാണ് ലേറ്റ് കുടുങ്ങി. എന്തോ ടയർ പൊന്തി. എപ്പോഴും അങ്ങനെ തന്നെ ജാസി. അപ്പൊ ഗൈസ്, ജാസി പറയാണ് എന്താ അറിയില്ല, വെയിലടിച്ചോണ്ട് നല്ല രസമുണ്ട് ഇന്നെ കാണാന്. പൂജന്റെ വീട്ടിക്ക് പോണ റോഡ് എന്ന് പറയണ മറ്റേ ഓഫ് റോഡാണ്, ജീപ്പൊന്നുമില്ല. നല്ല മഴ വരുന്നുണ്ട് കുഞ്ഞാ. നനയൂല അവിടെ, ഫുള്ള് ഷീറ്റ് എടുക്കാം. ഇതാണ് കേട്ടോ റോഡ്, ഇതാണ് കേട്ടോ ജാസി. കാണാത്തവർ കാണുക. അപ്പൊ നിങ്ങള് എപ്പോഴും ചോദിച്ചിനി. എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യണ ഇൻസ്റ്റാഗ്രാമില്. ഫൈനസ് ഫുള്ള് ഫേമസ് ആയിക്കണ്. 10K ആയിട്ടുണ്ട്. എനിക്കാന്നില്ല, എനിക്ക് ഇപ്പോഴും 1000 റേഷൻ പീടിയിൽ ഞാൻ വണ്ടി കിട്ടുന്ന സാരി കെട്ടി കണ്ടോ? ഈ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന റോഡ്. ഞാൻ പറയാം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പൂജ കണ്ടിടേ. പൂജ പട്ടിയാണ് നമുക്ക് വഴി കാണിച്ചു പൂജനെ വീട്ടിൽ. കണ്ടോ ഓടി ഓടി, അതാ പട്ടി കാട്ടിക്കോയി. പട്ടിക്കൂടി വേണ്ട നമ്മളാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പൂജന്റെ വീട്ടിലെത്തി. ഫാൻസിനൊക്കെ ഭയങ്കര സന്തോഷം ഞങ്ങളെ കണ്ടിട്ടോ. സദ്യ കഴിക്കാനുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഓടി വീടിനുള്ളിൽ കയറിയിട്ടുള്ളത്.
അതിന്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങള് വിശന്ന് നല്ലോണം വിശന്നു. അപ്പൊ പോയി അമ്മ സദ്യ കളമ്പി തന്നു. അമ്മയും വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ ആയിട്ട്. പക്ഷേ ഞാൻ നോൺ വെജ് ആയതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു മീൻ കഷ്ണവും കോഴി പൊരിച്ചതും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ചോറ് പെണ്ണുങ്ങൾക്ക് തിന്നാൻ തന്നെ അറിയില്ല. വിഷ്ണുള്ളത് പിന്നെ സദ്യ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബോളിയും പായസം ഉണ്ടേനു. അടിപൊളിയാണ് കേട്ടോ. അമ്മൻ്റെ പായസം അല്ലെങ്കിലേ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ബോളിയപ്പോൾ അടിപൊളിയേനു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കണ്ട് സന്തോഷത്തിൽ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വ്ളോഗൊക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ വൈൻഡ് വ്ളോഗൊന്നും എടുത്തില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.